ലോകത്ത് ഏറ്റവും വേഗത ഏറിയത് എന്തിനാണെന്ന് അറിയാമോ? ലോകത്ത് ഏറ്റവും വേഗതയേറിയത് എന്തിനാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മളിൽ പലരും പറയും റോക്കറ്റ്, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ, അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ ആണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത ഏറിയത് എന്തിനാണ്? മനുഷ്യൻ്റെ മനസ്സിനാണ്. മനുഷ്യ മനസ്സിനോളം വേഗത ഒന്നിനുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയേറിയത് മനുഷ്യൻ്റെ മനസ്സിനാണ്. നമുക്ക് ഒരു സ്ഥലം മനസ്സിൽ കാണുന്നതിന് സെക്കൻഡുകൾ പോലും വേണ്ട. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തു തന്നെ ആയിക്കോട്ടെ, മനസ്സിൽ കാണണമെങ്കിൽ ഒരു തവണയെങ്കിലും ആ സ്ഥലമോ അല്ലെങ്കിൽ ആ വ്യക്തിയോ അതിനെ എന്ത് ചെയ്യണം? ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ ടെലിവിഷൻ മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റ് ഫോണിലൂടെയോ എങ്ങനെയെങ്കിലും ഒരു തവണയെങ്കിലും നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? ആ മനസ്സിൽ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. കേട്ടോ? അതുപോലെ തന്നെ മനസ്സിന് ആകാശത്തോളം വ്യാപ്തിയുണ്ടെന്നാണ്. ആകാശത്തോളം പരപ്പ് മനുഷ്യ മനസ്സിനുണ്ട്. അതുപോലെ തന്നെ കടലോളം ആഴം ഉള്ളതാണ് മനുഷ്യ മനസ്സ്. കടലോളം ആഴം മനുഷ്യ മനസ്സിനുണ്ട്. മനുഷ്യ മനസ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നത് ഒരു ജന്മം കൊണ്ട് പോലും നടക്കാത്ത കാര്യമാണ്. നമ്മളൊക്കെ പറയും ഒരു വ്യക്തിയുടെ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നൊക്കെ. ഇല്ല, ചുമ്മാതെ പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു ജന്മം കൊണ്ട് പോലും കഴിയില്ല. ഏറ്റവും വലിയ ഒരു അത്ഭുത ലോകം കൂടിയാണ് മനസ്സ്. മനസ്സൊരു അത്ഭുത ലോകമാണ്. അത്ഭുതങ്ങളുടെ പ്രതിഭാസങ്ങളടങ്ങിയ ഒരു കൂടാണ് മനുഷ്യ മനസ്സ്. അതുപോലെ തന്നെ മനസ്സിന് പ്രത്യേകതയുണ്ട്. മനസ്സൊരു നല്ല വിളനിലം കൂടിയാണ്. നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും സ്നേഹത്തിൻ്റെ വിത്തുകൾ മാത്രമേ പാകി മുളപ്പിക്കുവാൻ പാടുള്ളൂ. മനുഷ്യ മനസ്സിൽ സ്നേഹത്തിൻ്റെ വിത്തുകൾ മാത്രം പാകി മുളപ്പിക്കുക. ഒരിക്കൽ പോലും ആ മനുഷ്യ മനസ്സിൽ അസൂയയ്ക്കോ പകയ്ക്കോ സ്ഥാനം കൊടുക്കാതിരിക്കുക. കേട്ടോ? പക ജന്മം കൊള്ളുന്ന പകയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ആ അസൂയയിൽ നിന്നാണ് പകയുടെ ഉത്ഭവം. അതുകൊണ്ട് അസൂയയ്ക്ക് നമ്മുടെ മനുഷ്യ മനസ്സിൽ സ്ഥാനം കൊടുക്കാതിരിക്കുക. നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം വളരാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ജന്മനാനുള്ള കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? വളരുവാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിനെ അസൂയയ്ക്ക് അടിമപ്പെടുത്തരുതെന്നാണ്. കേട്ടോ? അതുപോലെ തന്നെ അസൂയയിൽ നിന്നും പകയുണ്ടാകുന്നതാണ്. പകയ്ക്കും മനുഷ്യ മനസ്സിൽ സ്ഥാനം നൽകാതിരിക്കുക. കേട്ടോ? പക മനുഷ്യ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ പകയുടെ ഭയാനകമായ ചൂടില് ആ മനുഷ്യ മനസ്സും മനുഷ്യ ശരീരവും ആ വ്യക്തി തന്നെ ഇല്ലാതായി പോകുന്നതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ എല്ലായ്പ്പോഴും സ്നേഹത്തിൻ്റെ വിത്തുകൾ മുളപ്പിക്കുക. കേട്ടോ? സ്നേഹം മനുഷ്യൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുക? നട്ടു വളർത്തുക. സ്നേഹത്തിൻ്റെ ഉറവിടമായിരിക്കണം നമ്മുടെ മനുഷ്യ മനസ്സ്. കേട്ടോ? സ്നേഹം, കാരുണ്യം, ദയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചു പുലർത്തുക. നന്മയുടെ ഉറവിടമായിരിക്കണം മനുഷ്യ മനസ്സ്. കേട്ടോ? ഞാനിപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞു. നമുക്ക് ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമുക്ക് മനുഷ്യനെ വെറുക്കാതിരിക്കാൻ നമുക്ക് കഴിയും. കേട്ടോ? ശരിയല്ലേ? ഒരു വ്യക്തിയെയും മാനസികമായിട്ട് വെറുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടാൻ പാടില്ലെന്നാണ്. കേട്ടോ? അതുപോലെ തന്നെ നമ്മൾ ദേഷ്യത്തിന് നമ്മുടെ മനുഷ്യ മനസ്സിൽ സ്ഥാനം നൽകാതിരിക്കുക. കോപമുണ്ടാകുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുവാൻ ആർക്കും കഴിയുമെന്നാണ്. പക്ഷേ കോപമുണ്ടാകുമ്പോൾ ആ കോപത്തെ നിയന്ത്രിച്ച് സംയമനം പാലിക്കുവാൻ ആർക്കേ കഴിയൂ? നല്ല മനക്കരുത്തുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ മനസ്സ്
ക്ഷമയുടെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒക്കെ ഒരു ഉറവിടമായി മാറണം കേട്ടോ. അതാണ് ജീവിതത്തിൽ വേണ്ടത്. അസൂയ, പക, വെറുപ്പ്, വിദ്വേഷം ഇവയ്ക്കൊന്നും നമ്മുടെ മനസ്സിൽ സ്ഥാനം നൽകാതിരിക്കുക. സ്നേഹത്തിൽ നിന്നും ദയയിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും ഒക്കെ നമ്മുടെ മനസ്സിന് ലഭിക്കുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് എനർജിയാണ്. വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഒക്കെ നമ്മുടെ മനസ്സിന് ലഭിക്കുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് എനർജിയുമാണ് കേട്ടോ. അതുകൊണ്ട് ജീവിതം നല്ല ഉയർച്ചയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മുടെ മനസ്സ് സ്നേഹസ്വരൂപം കേട്ടോ, സ്നേഹത്തിൻ്റെ ഉറവിടമായി മാറണം. നല്ല ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനം നൽകുക.